ഹായ് ആൾ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ സാനിറ്ററി കെമിസ്ട്രിയിലെ സിലബസിലെ 9th മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ്. അതായത് വാട്ടർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് വാട്ടർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാല്? വാട്ടർ സാമ്പിളിംഗ് ആൻഡ് അനാലിസിസ് ഇൻവോൾവ് ദ കളക്ഷൻ ഓഫ് വാട്ടർ സാമ്പിൾ ആൻഡ് മെഷർമെന്റ്സ് ഓഫ് കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മൾ ഒരു വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്യുന്നു, then എന്ത് ചെയ്യുന്നു? അതിന്റെ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മെഷർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു ഡിറ്റർമൈൻ ഇറ്റ്സ് ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എന്തിനാണ് നമ്മൾ വാട്ടർ സാമ്പിളിംഗ് ചെയ്യുന്നത്? Water sampling and analysis involve the collection of water samples and measurements for chemical and biological characteristics to determine its quality. Okay, then നമ്മൾ ഇങ്ങനെ വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്തു, അതിന്റെ ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് മെഷർ ചെയ്തു. ദെൻ നമ്മൾ എന്താണ് ചെയ്യുക? നമുക്കൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ് എന്തുമായിട്ട്? വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുമായിട്ട്. നമുക്ക് നമ്മുടെ വാട്ടറിന് എത്ര, അതിലെ ഓരോ കമ്പോണൻസും അതിലെ ഓരോ പാരാമീറ്റേഴ്സും എത്ര വേണം എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ കമ്പയർ ചെയ്യും. ഓക്കെ, these standards are defined by legislation and guidelines that govern acceptable levels of components in water that can cause health or aesthetic problems. അതായത് നമ്മുടെ ഹെൽത്തിന് യാതൊരുവിധ പ്രോബ്ലവും വരാത്ത രീതിയിൽ അതിലെ കമ്പോണൻസ് എത്ര, അതിന്റെ മെഷർമെന്റ് എത്രയായിരിക്കണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻ, ഒരു ഗൈഡ് ലൈൻ സ്റ്റാൻഡേർഡ് പാരാമീറ്റേഴ്സ് നമുക്കുണ്ട്. അപ്പൊ അതുമായിട്ട് നമുക്ക് കിട്ടിയ ഈ റിസൾട്ടിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താണ് വാട്ടർ സാമ്പിളിംഗ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ, ദെൻ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ജസ്റ്റ് വെറുതെ പോയിട്ട് നമ്മൾ വാട്ടർ സാമ്പിളിംഗ് ചെയ്യാൻ പറ്റില്ല. അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് കുറെ റൂൾസ് ഉണ്ട്, കുറെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ വാട്ടർ സാമ്പിളിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? യൂസ് സാമ്പിളിംഗ് ഡിവൈസസ് whose material will not affect the composition of water sample. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിളിംഗ് ഡിവൈസസ് ഉണ്ടായിരിക്കും. നമ്മൾ വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യും. ഈ ഡിവൈസ് അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസ് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ വാട്ടർ സാമ്പിളിന്റെ കോമ്പോസിഷനെ യാതൊരു വിധത്തിലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, then എന്താണ് നെക്സ്റ്റ്? എന്താണ്? Field instrument should be checked and calibrated before use. നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ അത് ചെക്ക് ചെയ്യണം, ദെൻ അത് കാലിബ്രേറ്റ് ചെയ്യണം. നമ്മളത് യൂസ് ചെയ്യുന്നതിന് മുന്നേ അത് ചെക്ക് ചെയ്യണം, അത് കാലിബ്രേറ്റ് ചെയ്യണം. ദെൻ the sampling container shall be kept unopened. ഓക്കെ, സാമ്പിളിംഗ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തിലാണോ നമ്മുടെ വാട്ടർ സാമ്പിൾ ശേഖരിക്കുന്നത് ആ കണ്ടെയ്നർ നമ്മൾ ഒരിക്കലും ഓപ്പൺ ചെയ്യാൻ പാടില്ല. നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നവരെ അത് അൺഓപ്പൺഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോ നമ്മൾ സാമ്പിൾ അതിലേക്ക് ഫില്ല് ചെയ്യുന്നവരെ നമ്മളെ കണ്ടെയ്നർ യാതൊരു വിധത്തിലും നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇതൊക്കെ, പക്ഷേ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, then എന്താണ്? ഹോൾഡ് ദ ബോട്ടിൽ നിയർ ദ ബേസ് വിത്ത് വൺ ഹാൻഡ്. നമ്മൾ ഒരു ബോട്ടിലേക്ക് സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ ആ ബോട്ടിലിന്റെ ബേസിലാണ് നമ്മൾ കൈകൊണ്ട് പിടിക്കേണ്ടത്. ഓക്കെ, ആൻഡ് റിമൂവ് ദ സ്റ്റോപ്പർ. ദെൻ നമ്മൾ അതിന്റെ സ്റ്റോപ്പർ റിമൂവ് ചെയ്യുക. ഇമേഴ്സ് ഇൻ ടു ദ വാട്ടർ. വാട്ടറിലേക്ക് നമ്മളത് മുക്കണം. വാട്ടറിലേക്ക് നമ്മൾ വെള്ളത്തിൽ മുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ വെള്ളത്തിലേക്ക് മുക്കണം. ദെൻ എന്ത് ചെയ്യണം? ഡൗൺവാർഡ് ടിൽറ്റ് ടുവാർഡ്സ് ദ കറന്റ് ടു ഫിൽ റിട്ടേൺ ദ ക്യാപ്പ് ഇമ്മീഡിയറ്റ്ലി. വെള്ളത്തിലേക്ക് നമ്മൾ മുക്കുക, ദെൻ വാട്ടർ ഫ്ലോയുമായിട്ട് നമ്മൾ അതിന്റെ മൗത്ത് കാണിക്കുക, ദെൻ അതിലേക്ക് വെള്ളം നിറക്കുക. ദെൻ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ നമ്മൾ അതിന്റെ ക്യാപ്പ് ക്ലോസ് ചെയ്യണം. ഓക്കെ, then if the above procedure is not enough, a bucket or jug type sample may be employed. Lower down the bucket with the use of rope to collect samples. അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് വെള്ളത്തിൽ പോയിട്ട് മുങ്ങിയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റോപ്പ് യൂസ് ചെയ്തിട്ട്, റോപ്പ് കെട്ടിയിട്ട് അങ്ങനെ നമുക്ക് വെള്ളം കളക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്.
Then pour the collected sample into the sampling container. Then വല്ല ബക്കറ്റോ ജഗ്ഗോ അങ്ങനെ എന്തിലെങ്കിലും റോപ്പ് കെട്ടിയിട്ട് വെള്ളം ശേഖരിച്ചിട്ട് നമ്മൾ ഏതിലാണോ നമുക്ക് സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത് ആ കണ്ടെയ്നറിലേക്ക് നമ്മൾ എടുത്തു വെച്ച സാമ്പിൾ പോർ ചെയ്യാം. ഓക്കെ. ദെൻ സാമ്പിൾ കണ്ടാമിനേഷൻ പ്രിവെൻഷൻ ടിപ്സ്. ദെൻ നമ്മൾ ഇങ്ങനെ സാമ്പിൾ എടുത്തു, ദെൻ ഈ സാമ്പിൾ കണ്ടാമിനേറ്റഡ് ആവാതെ നമ്മൾ നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് നമ്മൾ ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ്? ഫീൽഡ് മെഷർമെന്റ്സ് ഷുഡ് ആൾവേസ് ബി മെയ്ഡ് ഓൺ എ സെപ്പറേറ്റ് സബ് സാമ്പിൾ. അതായത് ഫീൽഡ് മെഷർമെന്റ്സ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ ആ ഫീൽഡിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യേണ്ട ചില മെഷർമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതെന്താണ്? ഇപ്പൊ അപ്പൊ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിന്റെ pH മെഷർ ചെയ്യുക, ടെമ്പറേച്ചർ മെഷർ ചെയ്യുക, അതൊക്കെ ചെയ്യേണ്ടിയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സബ് സാമ്പിൾ കളക്ട് ചെയ്യാം. Then new sampling containers are a must, clean according to recommended method. നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ന്യൂ സാമ്പിളിംഗ് കണ്ടെയ്നേഴ്സ് ആണ് എടുക്കേണ്ടത്. നമ്മൾ പഴയത് യൂസ് ചെയ്ത പഴയ സാമ്പിൾ കണ്ടെയ്നേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പുതിയ സാമ്പിൾ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യണം. ബോട്ടിൽസ് ഫോർ റിയേജൻസ് യൂസ് ഷുഡ് നെവർ ബി യൂസ്ഡ് ആസ് സാമ്പിൾ കണ്ടെയ്നേഴ്സ്. നമ്മളിങ്ങനെ വാട്ടർ സാമ്പിൾ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ റിയേജൻസ് നമ്മൾ കൊണ്ടുപോകും. അപ്പൊ ആ റിയേജൻസിന്റെ സാമ്പിൾ അല്ലെങ്കിൽ റിയേജൻസിന്റെ ബോട്ടിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ വാട്ടർ കളക്ട് ചെയ്യാൻ പാടില്ല. പ്രിസർവ് ആൾ സാമ്പിൾസ് ഫോർ എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് ടുഗദർ. അപ്പൊ ചില സാമ്പിൾസ് നമുക്ക് പ്രിസർവ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ ചില സാമ്പിൾസ് നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ അതിനെ ടെസ്റ്റ് ചെയ്യില്ല. നമ്മൾ ലബോറട്ടറിയിലൊക്കെ വന്നിട്ട് മാത്രമേ നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ പാരാമീറ്റേഴ്സ് അനുസരിച്ചിട്ട് നമ്മൾ ഓരോ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സാമ്പിൾസിനെ പ്രിസർവ് ചെയ്യണം. Then inner portion of sample containers and caps are not to be touched with bare hands, gloves. Okay. നമ്മുടെ കൈകൊണ്ടും അല്ലെങ്കിൽ ഗ്ലൗസ് കൊണ്ടൊന്നും നമ്മൾ ആ സാമ്പിൾ കളക്ട് ചെയ്യുന്ന കണ്ടെയ്നേഴ്സിന്റെ ഇന്നർ പോർഷനിലൊന്നും നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല അതിന്റെ ക്യാപ്പിന്റെ ഉള്ളിലൊന്നും നമ്മൾ വെറുതെ കൈകൊണ്ടോ അല്ലെങ്കിൽ ഗ്ലൗസ് കൊണ്ടൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും. ഓക്കെ. then എന്താണ്? സ്പിൽഡ് പെട്രോളിയം പ്രോഡക്ട്സ്, ഗ്യാസോലിൻ, ഓയിൽ, എക്സോസ്റ്റ് ഫ്യൂംസ് ഓർ ഡ്രിപ്പിംഗ് മസ്റ്റ് ബി റിമൂവ്ഡ് ഇമ്മീഡിയറ്റ്ലി. അപ്പൊ നമ്മൾ ഇങ്ങനെ വാട്ടർ കളക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും? ഇങ്ങനെ സ്പിൽഡ് പെട്രോളിയം പ്രോഡക്ട്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഗ്യാസോലിൻ, ഓയിൽ, എക്സോസ്റ്റഡ് ഫ്യൂംസ് ഒക്കെ ഉണ്ടായിരിക്കും വെള്ളത്തിൽ. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? പെട്ടെന്ന് റിമൂവ് ചെയ്യാം. ദെൻ എക്സോസ്റ്റ് ഫ്യൂംസ് ആൻഡ് സിഗരറ്റ് സ്മോക്സ് കണ്ടാമിനേറ്റ് സാമ്പിൾ വിത്ത് ലെഡ് ആൻഡ് അതർ ഹെവി മെറ്റൽസ്. ഇപ്പൊ നമ്മൾ സിഗരറ്റിന്റെ സ്മോക്ക് അല്ലെങ്കിൽ എക്സോസ്റ്റഡ് ഫ്യൂംസ് ഒക്കെ നമ്മുടെ സാമ്പിളിൽ ഹെവി മെറ്റൽസിന്റെ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. നമ്മുടെ സാമ്പിൾസിൽ ലെഡ് പോലത്തെ ഹെവി മെറ്റൽസിന്റെ പ്രസൻസ് കാണിക്കാൻ അത് കാരണമാകുമെന്നാണ് പറയുന്നത്. എന്താണ്? എയർ കണ്ടീഷനിങ് യൂണിറ്റ്സ് ആർ സോഴ്സ് ഓഫ് ട്രേസ് മെറ്റൽ കണ്ടാമിനേഷൻ. അപ്പൊ നമ്മുടെ വാട്ടറിനെ കണ്ടാമിനേറ്റ് ആക്കുന്ന ഒരുപാട് ട്രേസ് എലമെന്റ്സ് ഉണ്ട്, ട്രേസ് മെറ്റൽസ് ഉണ്ട്. അപ്പൊ നമ്മുടെ എയർ കണ്ടീഷൻ യൂണിറ്റ്സ് അതിനൊരു കാരണമാകുമെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, വളരെ സിമ്പിൾ ആണ്, പക്ഷെ എക്സാമിന് നമുക്ക് ചോദിക്കാം. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വാട്ടർ സാമ്പിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. then എന്താണ്? ഫീൽഡ് അനലിറ്റിക്കൽ മെത്തേഡ്സ്. നമ്മൾ ഇങ്ങനെ സാമ്പിൾസ് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ചില മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? ഫീൽഡ് ടെസ്റ്റ് കിറ്റ്സ്. ഓക്കെ. നമ്മുടെ ഫീൽഡിൽ വെച്ചിട്ട് നമ്മൾ എവിടുന്നാണോ വാട്ടർ സാമ്പിൾ അല്ലെങ്കിൽ വാട്ടർ ടെസ്റ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കിറ്റ് ഉണ്ടായിരിക്കും. എന്താണ്? ഫീൽഡ് ടെസ്റ്റ് കിറ്റ്സ് എന്നാണ് അതിന്റെ പേര്. ആർ യൂസ്ഫുൾ ഫോർ എഡ്യൂക്കേഷണൽ മോണിറ്ററിംഗ് ആൻഡ് ആസ് ക്വിക്ക് വേ ടു ഐഡന്റിഫൈ ഗ്രോസ് വാട്ടർ ക്വാളിറ്റി പ്രോബ്ലംസ്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ വാട്ടർ കളക്ട് ചെയ്തിട്ട് അതിന് പെട്ടെന്നുള്ള, അതായത് ഒരു ഐഡന്റിഫൈ ഗ്രോസ് വാട്ടർ ക്വാളിറ്റി പ്രോബ്ലംസ്, അതിന്റെ വാട്ടറിന്റെ ക്വാളിറ്റി പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഫീൽഡ് ടെസ്റ്റ് കിറ്റ് എന്ന് പറയുന്നത്. then എന്താണ്? നോട്ട് അപ്രോപ്രിയേറ്റ് ടു ചെക്ക് ഇഫ് എ വാട്ടർ ബോഡി ഈസ് മീറ്റിംഗ് വാട്ടർ ക്വാളിറ്റി ഗൈഡ് ലൈൻസ് ബിക്കോസ് ദേ ആർ നോട്ട് പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ ജസ്റ്റ് അതിന്റെ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ ക്വാളിറ്റി ഗൈഡ് ലൈൻസ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ. അതൊന്നും നമുക്ക് ഈ കിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്?
ഇതെന്താണ്? നോട്ട് പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ്. ഈ ഫീൽഡ് ടെസ്റ്റ് കിറ്റ് എന്ന് പറയുന്നത് അത്ര പ്രിസൈസും ആക്യുറേറ്റും ആയിട്ടുള്ള റിസൾട്ട് ഒന്നും ആയിരിക്കില്ല നമുക്ക് തരുന്നത്. അപ്പോൾ ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ആ വാട്ടറിന്റെ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് പൊതുവായിട്ടൊന്ന് നോക്കാം എന്നല്ലാതെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഒന്നും ഈ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത മെത്തേഡ് എന്താണ്? മീറ്റേഴ്സ് ആൻഡ് പ്രോബ്സ്. നമുക്ക് മീറ്റേഴ്സ്, പ്രോബ്സ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആൾസോ കാൾഡ് വാട്ടർ ക്വാളിറ്റി ചെക്കർ. ഈ മീറ്റേഴ്സ്, പ്രോബ്സ് ഇതിനൊക്കെ എന്താണ് നമ്മൾ പറയുന്നത്? വാട്ടർ ക്വാളിറ്റി ചെക്കർ എന്നാണ് പറയുന്നത്. ഇതെന്താണ്? ആക്യുറേറ്റ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഡയറക്ട്ലി ഇൻ ദ വാട്ടർ ബോഡി. ഇത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഈ പ്രോബ്സ് ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് തരും. എന്തൊക്കെ മെഷർമെന്റ്സ് നമുക്ക് തരിക? pH, ഡിസോൾവ്ഡ് ഓക്സിജൻ, ടെമ്പറേച്ചർ, സലൈനിറ്റി, കണ്ടക്ടിവിറ്റി, ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് തുടങ്ങിയ പാരാമീറ്റേഴ്സ് നമുക്ക് എന്ത് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും? മീറ്റേഴ്സ് അല്ലെങ്കിൽ പ്രോബ്സ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അത് ചെക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സാമ്പിൾ കണ്ടെയ്നേഴ്സ്. നമ്മൾ ഈ സാമ്പിള് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്, എന്തിലാണോ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സാമ്പിൾ കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ സാമ്പിൾ കണ്ടെയ്നേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, എന്താണ്? സെലക്ഷൻ ഓഫ് സാമ്പിൾ കണ്ടെയ്നേഴ്സ്. അപ്പൊ നമ്മൾ ഈ സാമ്പിൾ കണ്ടെയ്നേഴ്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. സെലക്ഷൻ ഓഫ് സാമ്പിൾ കണ്ടെയ്നർ ഈസ് അറ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ സാമ്പിളിംഗ്. ഈ സാമ്പിളിംഗ് പ്രോസസ്സില് ഈ സെലക്ഷൻ ഓഫ് സാമ്പിൾ കണ്ടെയ്നർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? കണ്ടെയ്നേഴ്സ് ആർ ജനറലി മെയ്ഡ് ഓഫ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക്. നമ്മൾ എങ്ങനത്തെ കണ്ടെയ്നേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്? ഒന്നല്ലെങ്കിൽ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്. ഇത്തരം കണ്ടെയ്നേഴ്സ് ആണ് നമ്മൾ പൊതുവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സം സാമ്പിൾസ് അനലൈറ്റ്സ് മേ ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദ വാൾസ് ഓഫ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്. അപ്പൊ നമ്മളിങ്ങനെ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. എന്താണത്? ചില വാട്ടർ സാമ്പിൾസ് എന്ത് ചെയ്യും? ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സുമായിട്ട് അബ്സോർബ് ആകപ്പെടും. ഓക്കെ, അതുമായിട്ട് റിയാക്ഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. ഓർ സം കണ്ടാമിനൻസ് മേ ലീച്ച് ഇൻ ടു സാമ്പിൾ. ഓക്കെ, അപ്പൊ നമ്മുടെ സാമ്പിളും ഈ പ്ലാസ്റ്റിക്കുമായിട്ട് ഇവിടെ ഒരു റിയാക്ഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. ട്രേസ് ലെവൽസ് ഓഫ് സം മെറ്റൽസ് ആൻഡ് പെസ്റ്റിസൈഡ് മേ ഗെറ്റ് അബ്സോർബ്ഡ്. ഓക്കെ, ഓർ അബ്സോർബ്ഡ് ഓൺ ടു ദ വാൾസ് ഓഫ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ്. ഇനി നമ്മൾ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ പ്രശ്നം? നമുക്ക് ട്രേസ് ലെവൽസ് ഓഫ് സം മെറ്റൽസിന്റെ ചില ട്രേസ് ലെവൽസ്, ഓക്കെ, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ഒക്കെ ഈ ഗ്ലാസുമായിട്ട് അബ്സോർബ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇൻ ദ സെയിം വേ സിലിക്ക, സോഡിയം ആൻഡ് ബോറോൺ മേ ബി ലീച്ച്ഡ് ഫ്രം സോഫ്റ്റ് ഗ്ലാസ്. അപ്പൊ ഈ ഗ്ലാസിൽ നിന്നും നമ്മുടെ സാമ്പിളിലേക്കും എന്ത് വരാം? കണ്ടാമിനേഷൻ വരാം. അപ്പോ ഈ ഗ്ലാസിൽ നിന്നും പ്ലാസ്റ്റിക്കിൽ നിന്നും ഒക്കെ കണ്ടാമിനേഷൻ നമ്മുടെ സാമ്പിളിലേക്കും വരാം. അതുപോലെ അതെ, നമ്മുടെ സാമ്പിളിൽ നിന്ന് ഈ ഗ്ലാസും പ്ലാസ്റ്റിക്കുമായിട്ടൊക്കെ ചെറിയ ചെറിയ രീതിയിൽ റിയാക്ഷൻസ് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആൾവേസ് യൂസ് ഹാർഡ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഫോർ ആൾ ഓർഗാനിക് അനാലിസിസ്. അപ്പൊ ഇങ്ങനെ ഓർഗാനിക് അനാലിസിസ് നടത്തുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ ഓർഗാനിക് അനാലിസിസ് ആണ് നടത്തുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യണം. ഓക്കെ, എന്ത് ചെയ്യണം? ഹാർഡ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യണം. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ നടത്തുന്ന ഓർഗാനിക് അനാലിസിസ് എന്ന് പറയുന്നത്? പെസ്റ്റിസൈഡ്, വോളറ്റൈൽ ഓർഗാനിക്സ്, PCBs എന്ന് പറഞ്ഞാല് പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ് ആണ്. ഓക്കെ, ആൻഡ് ഓയിൽസ് ആൻഡ് ഗ്രീസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ വാട്ടറിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കമ്പോണൻസ് ആണ്. അപ്പൊ ഇത്തരം ഓർഗാനിക് അനാലിസിസ് നടത്തുമ്പോൾ, ഓർഗാനിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഏതിന്റെയൊക്കെ പ്രസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ പെസ്റ്റിസൈഡ്സ്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, ദെൻ പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ്, ദെൻ എന്താണ്? ഓയിൽസ് ആൻഡ് ഗ്രീസ്. അപ്പൊ ഇതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? ഇത്തരം സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആൾവേസ് യൂസ് ഹാർഡ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ്. ഓക്കെ, ഹാർഡ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. സം ഓഫ് ദ അനലൈറ്റ്സ് ലൈക്ക് പെസ്റ്റിസൈഡ്, PAH എന്ന് പറഞ്ഞാല് പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, ഓക്കെ, ആർ ലൈറ്റ് സെൻസിറ്റീവ്. അപ്പൊ എന്താണ്? ചില പെസ്റ്റിസൈഡ്സ് അതുപോലെ പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എല്ലാം എന്താണ്? ലൈറ്റ് സെൻസിറ്റീവ് ആണ്. ഹെൻസ് കളക്ട് ദം ഇൻ ആംബർ കളേർഡ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ടു മിനിമൈസ് ഫോട്ടോ ഡീഗ്രഡേഷൻ.
അപ്പൊ എന്താണ് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സാമ്പിൾസ് മെഷർമെന്റ്സ് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ എന്ത് ഗ്ലാസ് ആണ് യൂസ് ചെയ്യേണ്ടത്? ആംബർ കളേർഡ് ഗ്ലാസ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആംബർ കളേർഡ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത്? ടു മിനിമൈസ് ഫോട്ടോ ഡീഗ്രഡേഷൻ. അപ്പൊ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഫോട്ടോ ഡീഗ്രഡേഷൻ എന്ന റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ആംബർ കളേർഡ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ? ശ്രദ്ധിക്കാം. അത് കൂടാതെ നമ്മൾ ചില പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് കൂടി, അഥവാ PPE, ഓക്കെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് കൂടി നമ്മൾ അവിടെ ശ്രദ്ധിക്കാനുണ്ട്. എന്താണ്? ഐ ആൻഡ് ഫേസ് പ്രൊട്ടക്ഷൻ. അവിടെ നമ്മൾ ഗോഗിൾസും ഫേസ് പ്രൊട്ടക്ഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. ദെൻ ഹെഡ് പ്രൊട്ടക്ഷൻ. എന്താണ്? നമ്മുടെ ഹെഡ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യണം. ദെൻ ഫുഡ് പ്രൊട്ടക്ഷൻ, സേഫ്റ്റി ഷൂസ് നമ്മൾ യൂസ് ചെയ്യണം. ദെൻ ഹാൻഡ് പ്രൊട്ടക്ഷൻ. ഓക്കെ, നമ്മൾ ഹാൻഡ് പ്രൊട്ടക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ. ദെൻ സാമ്പിളിംഗ് മെത്തേഡ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 3 ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഗ്രാബ് സാമ്പിളിംഗ്, സെക്കൻഡ് വൺ കോമ്പോസിറ്റ് സാമ്പിളിംഗ്, തേർഡ് വൺ ഇന്റഗ്രേറ്റഡ് സാമ്പിളിംഗ്. ഓക്കെ, ദെൻ എന്താണ് ഗ്രാബ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാല്? ഗ്രാബ് സാമ്പിൾസ് ആർ ആൾസോ കാൾഡ് ആസ് സ്പോട്ട് ഓർ ക്യാച്ച് സാമ്പിൾ. എന്താണ്? ഇതിനെ സ്പോട്ട് അല്ലെങ്കിൽ ക്യാച്ച് സാമ്പിൾസ് എന്ന് പറയും, ഗ്രാബ് സാമ്പിൾ എന്ന് പറഞ്ഞാല്. അപ്പൊ ഗ്രാബ് സാമ്പിൾസ് ആർ സിംഗിൾ സാമ്പിൾസ് കളക്റ്റഡ് അറ്റ് എ സ്പെസിഫിക് സ്പോട്ട് അറ്റ് എ സ്പെസിഫിക് സൈറ്റ് ഇൻ എ സ്പെസിഫിക് ടൈം. അപ്പോ ഒരു സ്പെസിഫിക് ടൈമിൽ എന്താണ്? ഒരു സ്പെസിഫിക് ടൈമിൽ നമ്മൾ samples are collected at a specific spot at a specific site in specific time. അപ്പോൾ ഒരു പ്രത്യേക സ്പോട്ടിൽ നിന്നും ഒരു പ്രത്യേക ടൈമിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് ഗ്രാബ് സാമ്പിൾ എന്ന് പറയുന്നത്. ഗ്രാബ് സാമ്പിൾസ് ആർ ടു ബി കളക്റ്റഡ് ഓൺലി വെൻ ദ സോഴ്സ് ഈസ് നോൺ ടു ബി കോൺസ്റ്റന്റ് ഇൻ കോമ്പോസിഷൻ. അപ്പൊ നമ്മുടെ സോഴ്സ് അതിന്റെ കോമ്പോസിഷൻ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഗ്രാബ് സാമ്പിൾസ് യൂസ് ചെയ്യുക. ഫോർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം, അതായത് കുറച്ചധികം സമയത്തേക്ക് നമ്മുടെ ഈ സോഴ്സ് എന്താണ്? അതിന്റെ കോമ്പോസിഷൻ കോൺസ്റ്റന്റ് ആണ്. കോമ്പോസിഷനിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല എങ്കിൽ നമ്മൾ അവിടെ ഏതാണ് യൂസ് ചെയ്യുക? ഗ്രാബ് സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഗ്രൗണ്ട് വാട്ടർ സാമ്പിൾസ്, well mixed surface waters, large lakes, rivers, estuaries, then shorelines, wastewater streams are expected to be constant in composition over an extent of period of time like spent wash line and in a distillery. Okay, അപ്പൊ എന്താണ്? നമ്മുടെ ലേക്സ്, റിവേഴ്സ്, എസ്റ്റൂറിയസ്, ദെൻ ഷോർ ലൈൻസ്, വേസ്റ്റ് വാട്ടർ സ്ട്രീംസ്, ഇതൊക്കെ എന്തായിരിക്കും? ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, കുറച്ച് പീരീഡ്സിന് ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അതിൽ നിന്നും നമ്മൾ ഒരു സ്പെസിഫിക് ടൈമിൽ സ്പെസിഫിക് സ്പോട്ടിൽ നിന്നും നമ്മൾ വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം സാമ്പിളിങ്ങിനെയാണ് നമ്മൾ ഗ്രാബ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. When the source composition varies from location to location, like upstreams and downstreams of a river, then grab sample can be collected from appropriate locations. ഇപ്പൊ എന്താണ്? നമ്മുടെ വാട്ടറിന്റെ ഇപ്പൊ റിവർ ആണെങ്കിൽ അതിന്റെ അപ്സ്ട്രീംസ്, ഡൗൺ സ്ട്രീംസ്, അതിന്റെ ലൊക്കേഷൻ ടു ലൊക്കേഷൻ വെച്ചിട്ട് അതിന്റെ കോമ്പോസിഷൻ വാരി ചെയ്യും. അപ്പൊ നമ്മൾ എന്താണ്? ഒരു അപ്രോപ്രിയേറ്റ് ലൊക്കേഷനിൽ നിന്നാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത്. ദിസ് ഹെൽപ്സ് ഇൻ ഫൈൻഡിങ് ഔട്ട് ദ എക്സ്റ്റെന്റ് ഓഫ് വേരിയേഷൻ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് വേരിയേഷൻ. അങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയും? ആ വേരിയേഷന്റെ എക്സ്റ്റെന്റ് ഓഫ് വേരിയേഷൻ, പിന്നെ അതിന്റെ ഡ്യൂറേഷൻ ഓഫ് വേരിയേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന് എന്താണ് കോമ്പോസിറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാല്? കോമ്പോസിറ്റ് സാമ്പിളിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് when the liquid matrix is expected to be heterogeneous and varies from time to time or depth or at many sampling location. ഇവിടെ എന്താണ്? carried out when the liquid matrix is expected to be heterogeneous ആയിട്ടുള്ള ഒരു സിസ്റ്റം, അതായത് കോമ്പോസിഷണൽ വേരിയേഷൻസ് വരുന്നുണ്ട്. ഒരു ഹോമോജീനിയസ് അല്ലാതെ ഒരു ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്ന് വിചാരിക്കാം. എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് പ്രൊവൈഡ് എ റെപ്രസെന്റേറ്റീവ് സാമ്പിളിംഗ് ഫോർ ദിസ് ടൈപ്പ്
ഇതായത് ഈ കോമ്പോസിറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ ഡിഫറെന്റ് ഗ്രാബ് സാമ്പിളിങ്സ് എടുക്കുകയാണ്. ഓക്കെ, അതിനെ എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാണ്. അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ സാമ്പിളിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതായത് പല പാർട്സിൽ നിന്ന് നമ്മൾ സാമ്പിൾ ശേഖരിക്കും. ഇതെന്താണ്, ഈ ഒരു മൊത്തം അതായത് മൊത്തം സോഴ്സിനെ റെപ്രസെന്റ് ചെയ്യും ഈ സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, this type of sampling provide a representative sampling for this type of matrix and is carried out by combining portions of multiple grab samples. അപ്പോൾ ഗ്രാബ് സാമ്പിൾസ്, മൾട്ടിപ്പിൾ ഗ്രാബ് സാമ്പിൾസ് എടുക്കുക. ഓക്കെ, ഒരുപാട് ഗ്രാബ് സാമ്പിൾസ് എടുത്തിട്ട് അതിനെ കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് കളക്റ്റഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. നമ്മൾ റെഗുലർ ഇന്റർവെൽസിൽ എടുക്കുന്ന ഗ്രാബ് സാമ്പിൾസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ സാമ്പിൾ ആക്കിയിട്ട് ആ സാമ്പിളിനെ ആ സോഴ്സിന്റെ മൊത്തം റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. ഓക്കെ, അതിനെ നമ്മൾ അനാലിസിസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇഫ് ദ ഫ്ലോ ഈസ് എക്സ്പെക്ടഡ് ടു ബി കോൺസ്റ്റന്റ് ദെൻ വോളിയം ബേസ്ഡ് സാമ്പിൾ ക്യാൻ ബി ക്യാരിഡ് ഔട്ട്. ഇപ്പോ നമ്മുടെ ഫ്ലോ, അതായത് ഇപ്പൊ വാട്ടർ ഫ്ലോ എന്താണ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യുക, വോളിയം ബേസ്ഡ് സാമ്പിളിംഗ് ആണ് നമ്മൾ നടത്തേണ്ടത്. ഇഫ് ദ ഫ്ലോ വാരീസ് ലൈക്ക് ഇപ്പൊ ഫ്ലോ വാരി ചെയ്യുകയാണെങ്കിൽ സാമ്പിളിംഗ് ക്യാൻ ബി ഡൺ ബൈ ഫ്ലോ ബേസ്ഡ് കോമ്പോസിഷൻ. അപ്പൊ നമ്മൾ ഫ്ലോ ബേസ്ഡ് കോമ്പോസിഷൻ ആണ് നടത്തേണ്ടത്. അതായത് ഇപ്പൊ നമ്മുടെ വാട്ടർ സോഴ്സിലെ എന്താണ് പറയുന്നത്, ഫ്ലോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ നമ്മൾ നടത്തേണ്ടത് വോളിയം ബേസ്ഡ് സാമ്പിളിങ്ങും, ഫ്ലോ വാരി ചെയ്യുകയാണെങ്കിൽ നമ്മൾ നടത്തേണ്ടത് ഫ്ലോ ബേസ്ഡ് കോമ്പോസിറ്റും ആണ് നമ്മൾ നടത്തേണ്ടത്. കളക്ടിങ് സാമ്പിൾ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്ചാർജ്. അപ്പൊ അതിന് ഫോർ എക്സാമ്പിൾ പറയാണ്, അത് ഫ്ലോ ബേസ്ഡ് കോമ്പോസിഷൻ എക്സാമ്പിൾ ആണ് ഇപ്പോ സീവേജ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, കളക്ടിങ് സാമ്പിൾ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്ചാർജ്. അപ്പൊ ഈ സീവേജ് ലൈൻ എന്താണ്, നമ്മുടെ ഈ അതായത് എത്ര ഡിസ്ചാർജ് ഉണ്ടോ അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ടൈം കോമ്പോസിറ്റ് സാമ്പിളിംഗ് റെപ്രസെന്റ് 24 hour പീരീഡ് വിത്ത് ഇന്റർവെൽ ബീയിങ് 1 to 3 hours. അപ്പോൾ ഈ കോമ്പോസിറ്റ് സാമ്പിൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു 24 hour പീരീഡ് എടുക്കുക, അതിൽ 1 to 3 hour ഇന്റർവെൽസിലാണ് നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ ആണല്ലോ. എന്താണ്, യൂസ് കോമ്പോസിറ്റ് സാമ്പിൾ ഓൺലി ഫോർ പാരാമീറ്റേഴ്സ് ദാറ്റ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. അതായത് നമ്മുടെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാത്ത അൺചേഞ്ച്ഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, അതിനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പോസിറ്റ് സാമ്പിൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പ്രിസർവേഷനിലും സ്റ്റോറേജിലും ഒന്നും അതിന്റെ ചേഞ്ച് ചെയ്യാൻ പാടില്ല, അതിന്റെ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ അത്തരം എന്താണ്, അതായത് യൂസ് കോമ്പോസിറ്റ് സാമ്പിൾ ഓൺലി ഫോർ പാരാമീറ്റേഴ്സ് ദാറ്റ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. അതായത് പ്രിസർവേഷനും സ്റ്റോറേജ് ഒക്കെ നടത്തുമ്പോൾ അതിൽ യാതൊരുവിധ ചേഞ്ചും വരാത്ത, അല്ലെങ്കിൽ കോമ്പോസിഷനിൽ യാതൊരുവിധ ചേഞ്ചും വരാത്ത സാമ്പിൾസ് പാരാമീറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പോസിറ്റ് സാമ്പിൾസ് യൂസ് ചെയ്യുന്നത്. ഫോർ പാരാമീറ്റേഴ്സ് ലൈക്ക് pH, ടെമ്പറേച്ചർ, റെസിഡ്വൽ ക്ലോറിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ആൽക്കലൈറ്റി, സൾഫൈഡ്, ഡിസോൾവ്ഡ് ഓക്സിജൻ ആൻഡ് ഓയിൽസ് ആൻഡ് ഗ്രീസ് എക്സെട്ര അവോയ്ഡ് കോമ്പോസിറ്റ് സാമ്പിളിംഗ്. അപ്പൊ ഈ പാരാമീറ്റേഴ്സ് ഒന്നും നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല, ഈ കോമ്പോസിറ്റ് സാമ്പിൾസ് വെച്ച് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, ഈ പാരാമീറ്റേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇതൊക്കെ എന്താണ്, ചേഞ്ച് ചെയ്യും. നമുക്ക് എന്ത് പറ്റുള്ളൂ, കോമ്പോസിറ്റ് സാമ്പിളിംഗ് മെത്തേഡിൽ നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, റിമൈൻ അൺചേഞ്ച്ഡ് ആയിട്ടുള്ള, അതായത് പാരാമീറ്റേഴ്സ് അൺചേഞ്ച്ഡ് ആയിട്ടുള്ള സാമ്പിൾസ് മാത്രമേ നമ്മൾ, അത്തരം പാരാമീറ്റേഴ്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അനാലിസിസ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ pH, ടെമ്പറേച്ചർ, റെസിഡ്വൽ ക്ലോറിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും നമുക്ക് കോമ്പോസിറ്റ് സാമ്പിളിംഗ് മെത്തേഡ് വഴി എന്ത് ചെയ്യാൻ പാടില്ല, ചെക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ ഈ കോമ്പോസിറ്റ് സാമ്പിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക നമ്മൾ എന്തൊക്കെയാണെന്ന് അറിയോ, അതായത് ഇപ്പോ BOD, DO ഒക്കെ ഉണ്ടല്ലോ, ഡിസോൾവ്ഡ് ഓക്സിജൻ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പൊ ഇത്തരം പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കോമ്പോസിറ്റ് സാമ്പിൾസ് വെച്ചിട്ട് ചെക്ക് ചെയ്യാം. അതുകൂടാതെ ഇപ്പോ ഈ ട്രേസ് എലമെന്റ്സ് ഉണ്ടായിരിക്കും, മെറ്റൽസിന്റെ പ്രസൻസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കോമ്പോസിറ്റ് സാമ്പിൾസ് വെച്ച് ചെക്ക് ചെയ്യാം. എന്നാൽ ഈ pH, ടെമ്പറേച്ചർ, റെസിഡ്വൽ ക്ലോറിൻ,
അങ്ങനെ പറഞ്ഞ സംഭവങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിറ്റ് സാമ്പിളിംഗ് മെത്തേഡ് വഴി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, then അടുത്തതാണ് ഇന്റഗ്രേറ്റഡ് സാമ്പിളിംഗ്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാല് integrated sampling is carried out by collecting mixtures of grab samples collected from different പോയിന്റ്സ് സൈമൾട്ടേനിയസ്ലി. ഓക്കെ, അതായത് ഡിഫറെന്റ് പോയിന്റ്സിൽ നിന്നും സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രാബ് സാമ്പിൾസ് കളക്ട് ചെയ്യാണ്. അങ്ങനെ അത്തരം സാമ്പിൾസിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ദ പോയിന്റ്സ് മേ ബി ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ വേരിയേഷൻസ്. അപ്പൊ ഈ പോയിന്റ്സ് എന്താകാം, ഹൊറിസോണ്ടൽ ആയിരിക്കാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ വേരിയേഷൻസ് ആയിരിക്കാം. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് റിവർ, സ്ട്രീം ഓർ റിസർവോയർ ഓർ ലേക്ക് ദാറ്റ് വേരീസ് ഇൻ കോമ്പോസിഷൻ അക്രോസ് ദ വിഡ്ത്ത് ആൻഡ് ഡെപ്ത്. അപ്പൊ ഇതിന്റെയൊക്കെ കോമ്പോസിഷൻ ചേഞ്ച് ആയിരിക്കും, വിഡ്ത്തും ഡെപ്തിലൊക്കെ അതെന്തായിരിക്കും, ഇതിന്റെ കോമ്പോസിഷൻ ചേഞ്ച് ആയിരിക്കും. അപ്പൊ ഇത്തരം സോഴ്സിൽ നിന്നും നമ്മൾ ഗ്രാബ് സാമ്പിൾസ് കളക്ട് ചെയ്യാണ്. ഓക്കെ, അതായത് ഒരേ സമയം നമ്മൾ ഡിഫറെന്റ് പ്ലേസിൽ നിന്നും നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യാണ്. ഓക്കെ, അതായത് ഒരേ സോഴ്സിന്റെ ഡിഫറെന്റ് പോയിന്റ്സിൽ നിന്നും ഒരേ സമയം സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുകയാണ്. അതിനെയാണ് ഇന്റഗ്രേറ്റഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്, എക്സാമ്പിൾസ് ഇതിന് എക്സാമ്പിൾ ആണ് റിവർ, സ്ട്രീംസ്, റിസർവോയർ ഓർ ലേക്ക് ദാറ്റ് വേരിയസ് ഇൻ കോമ്പോസിഷൻ അക്രോസ് ദ വിഡ്ത്ത് ആൻഡ് ഡെപ്ത്. അപ്പൊ ഇതിന്റെ വിഡ്ത്തിലും ഡെപ്തിലൊക്കെ എന്താണ്, ഇതിനൊക്കെ കോമ്പോസിഷൻ ചേഞ്ച് ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് കോമ്പോസിഷനിൽ നിന്നും നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യാണ്. ആൾസോ ഇൻ ഇൻഡസ്ട്രീസ് ദാറ്റ് ഹാവ് ഡിഫറെന്റ് സ്ട്രീംസ് ആൻഡ് കമ്പൈൻഡ് ട്രീറ്റ്മെന്റ് ഈസ് പ്രൊപ്പോസ്ഡ്. എന്തായിരിക്കും, ഇൻഡസ്ട്രീസ് എന്നൊക്കെ വരുന്ന സ്ട്രീംസ് ഉണ്ടായിരിക്കും, ഇതിലൊക്കെ എന്തായിരിക്കും, കോമ്പോസിഷൻ ചേഞ്ച് ആയിരിക്കും. ഓക്കെ, ഇനി സെലക്ഷൻ ഓഫ് സാമ്പിളിംഗ് പോയിന്റ്സ്. അപ്പൊ നമ്മൾ ഇങ്ങനെ അതായത് സെയിം സോഴ്സിൽ നിന്നും ഡിഫറെന്റ് പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ആ സാമ്പിളിംഗ് പോയിന്റ്സിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, നമ്മൾ സാമ്പിൾ എടുക്കേണ്ട പ്ലേസ് അല്ലെങ്കിൽ സാമ്പിൾ എവിടെ നിന്നാണോ കളക്ട് ചെയ്യേണ്ടത് അത്തരം പോയിന്റ്സിനെ എങ്ങനെയാണ് സെലക്ഷൻ ചെയ്യുക എന്നാണ് പറയുന്നത്. സെലക്ഷൻ ഓഫ് സാമ്പിളിംഗ് പോയിന്റ്സ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ സാമ്പിളിംഗ്. അപ്പൊ ഇങ്ങനെ ഈ പോയിന്റ്സിനെ, അതായത് എവിടെ നിന്നാണോ സാമ്പിൾ എടുക്കേണ്ടത് അപ്പൊ ആ പ്ലേസിന് നല്ല ഇമ്പോർട്ടന്റ് ഉണ്ട്. ദ സൈറ്റ് സെലക്ഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി. Okay, if the monitoring is carried out for judging suitability of water for drinking purpose, then the sampling point shall be near the intake point. അതായത് ഇപ്പൊ നമ്മളൊരു ഡ്രിങ്കിങ് പർപ്പസ് വാട്ടർ, ഓക്കെ, അപ്പൊ അത്തരം വാട്ടറിനെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എവിടെ നിന്നൊക്കെയാണ് വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത്, അതായത് അതിന്റെ റെപ്രസെന്റേറ്റീവ് ഡിഫറെന്റ് അതായത് ആ ഡ്രിങ്കിങ് വാട്ടർ എന്തൊക്കെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ നമുക്ക് പോയിന്റ്സ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ നമുക്ക് വാട്ടർ കളക്ട് ചെയ്യാനുള്ള പ്ലേസസിനെ ചൂസ് ചെയ്യാം. അപ്പൊ ഏതൊക്കെയാണ് ആ പോയിന്റ്സ് എന്നാണ് പറയുന്നത്, അതിന്റെ റെപ്രസെന്റേറ്റീവ് സോഴ്സിൽ നിന്ന്. ഓക്കെ, ആ വാട്ടർ എവിടെ നിന്നാണോ വരുന്നത് അതിന്റെ സോഴ്സിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യണം. ദെൻ അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിൽ നിന്ന് കളക്ട് ചെയ്യണം, അതിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റീസിൽ നിന്ന് കളക്ട് ചെയ്യണം, ദെൻ അതിന്റെ പോയിന്റ് ഓഫ് ഡിസ്ചാർജ് ആൻഡ് പോയിന്റ് ഓഫ് യൂസ്. ഓക്കെ, അപ്പൊ എവിടെയാണ് അത് യൂസ് ചെയ്യുന്നത്, അതിന്റെ ഡിസ്ചാർജ് പോയിന്റ്സ്, ദെൻ സ്റ്റോറേജ് ഫെസിലിറ്റീസ്, അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, ദെൻ അതിന്റെ സോഴ്സിൽ നിന്നൊക്കെ നമുക്ക് ഈ പോയിന്റ്സിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, the points chosen should generally yield samples that are representative of the system as whole. അപ്പൊ നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്യുന്ന ഈ പോയിന്റ്സ് എന്താണ്, ആ ഒരു സിസ്റ്റത്തെ മുഴുവനായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. For this it is important to select a well mixed zone. Okay, അപ്പൊ നമ്മളൊരു വെൽ മിക്സ്ഡ് ആയിട്ടുള്ള സോണിനെ നമ്മൾ ഇങ്ങനെ സാമ്പിൾ ചെയ്യുമ്പോൾ ഒരു വെൽ മിക്സ്ഡ് സോണിനെ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, then എന്താണ്, when samples are collected from a river or stream, the observed result may vary with the depth, flow and distance from the shore. ഇപ്പൊ നമ്മളൊരു റിവറിൽ നിന്നാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ്, അത് റിസൾട്ട് വാരി ചെയ്യാം. എന്തൊക്കെ അനുസരിച്ച്, അതിന്റെ ഡെപ്ത്, അതിന്റെ ഫ്ലോ ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ ഷോർ, ഷോറിൽ നിന്നുമുള്ള അതിന്റെ ഫ്ലോ, അതിന്റെ ഡിസ്റ്റൻസ്, ദെൻ അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് റിസൾട്ടിന് വാരി ചെയ്യാം എന്നാണ് പറയുന്നത്. ഇഫ് എക്യുപ്മെന്റ്സ് ആർ അവൈലബിൾ, കളക്ട് ആൻ ഇന്റഗ്രേറ്റഡ് സാമ്പിൾ ഫ്രം ദ ടോപ്പ് ടു ബോട്ടം ഇൻ ദ മിഡിൽ ഓഫ് ദ ലേക്ക്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത്, ഇപ്പൊ ഒരു ലേക്കിൽ നിന്നാണെങ്കിൽ ആ ലേക്കിന്റെ മിഡിലിൽ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത്. മിഡിലിൽ നിന്നും ഫ്രം ദ ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്നും താഴോട്ട്, മിഡിലിൽ ചെന്നിട്ട് മുകളിൽ നിന്നും താഴോട്ടായിട്ടാണ് നമ്മൾ അതിന് കളക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാം,
ഫ്രം സൈഡ് ടു സൈഡ് അറ്റ് മിഡ് ഡെപ്ത്. നമ്മുടെ മിഡ് ഡെപ്തിൽ നിന്നും സൈഡ് ടു സൈഡ് വേ നമുക്ക് വാട്ടർ കളക്ട് ചെയ്യാം. ദെൻ അതർവൈസ് പ്രിഫറബിളി കളക്ട് സാമ്പിൾസ് അറ്റ് വേരിയസ് പോയിന്റ്സ് ഓഫ് ഈക്വൽ ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്? വേരിയസ് പോയിന്റ്സിൽ നിന്നും കളക്ട് ചെയ്യാം ഓഫ് ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട്. ഓക്കെ, വാട്ടർ ബോഡിയിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ പോയിന്റ്സ് ചൂസ് ചെയ്യാം. ദെൻ അവിടെ നിന്നും നമ്മൾ വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്യാം. ഇഫ് ഓൺലി വൺ സാമ്പിൾ ക്യാൻ ബി കളക്ട് ഇൻ ദ മിഡിൽ ഓഫ് ദ വാട്ടർ ബോഡി അറ്റ് മിഡ് ഡെപ്ത്. ഇപ്പൊ നമുക്ക് ഒരൊറ്റ സാമ്പിൾ മാത്രമാണ് കളക്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? കളക്ട് ഇറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ വാട്ടർ ബോഡി. നമ്മുടെ വാട്ടർ ബോഡിയുടെ മിഡിൽ നിന്നാണ് നമ്മൾ അറ്റ് മിഡ് ഡെപ്തിലെ വാട്ടർ ബോഡിയിൽ അതിന്റെ മിഡിൽ പാർട്ടിൽ നിന്നാണ് നമ്മൾ സാമ്പിൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അവോയ്ഡ് ഏരിയാസ് ഓഫ് ടർബുലൻസ് ആൻഡ് അറ്റ് വെയേഴ്സ്. അതായത് ഇപ്പൊ ടർബുലൻസ് ഒക്കെ ഉണ്ടായിരിക്കും, അതുപോലെ വേലിയേറ്റം അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. ജനറലി കളക്ട് സാമ്പിൾസ് ബിനീത്ത് സർഫസ്. നമ്മൾ അതായത് സർഫസ് വാട്ടർ അല്ല നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്? സാമ്പിളിന്റെ സർഫസിന്റെ ബിനീത്തിൽ നിന്നാണ്, നമ്മൾ അടിയിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. ഫോർ ഓയിൽ ആൻഡ് ഗ്രീസ് കളക്ട് സാമ്പിൾ അറ്റ് സർഫസ്. ഇപ്പൊ ഓയിൽ ഗ്രീസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ചെക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വാട്ടർ സർഫസിൽ നിന്നുമാണ് നമ്മൾ ഇപ്പോൾ ഓയിൽ ഗ്രീസ് അതിന്റെ പ്രസൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ വാട്ടർ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത്? ഫ്രം ദ സർഫസ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്? സർഫസിൽ നിന്നല്ല, പകരം അതിന്റെ അടിയിൽ നിന്നുമാണ് കളക്ട് ചെയ്യേണ്ടത്. ഇൻ ദ കേസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ സാമ്പിളിംഗ് സെലക്ട് വെൽസ് ദാറ്റ് ആർ ഇൻ കണ്ടിന്യൂസ് യൂസ്. അപ്പൊ ഗ്രൗണ്ട് വാട്ടർ സാമ്പിളിംഗിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം? സെലക്ട് വെൽസ് ദാറ്റ് ആർ ഇൻ കണ്ടിന്യൂസ് യൂസ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വെൽസ്, കിണറുകളെയാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ സെലക്ഷൻ ഓഫ് ടൈപ്പ് ഓഫ് ഫില്ലിംഗ് ദ കണ്ടെയ്നർ. ദെൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഈ കണ്ടെയ്നേഴ്സ് ഫിൽ ചെയ്യുമ്പോൾ നമ്മൾ സാമ്പിള് നമ്മുടെ കണ്ടെയ്നറിലേക്ക് ഫിൽ ചെയ്യും. അപ്പൊ അങ്ങനെ ഫിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് അനാലിസിസ് ടു ബി പെർഫോംഡ്, ഫിൽ ദ കണ്ടെയ്നർ ഫുൾ ഓർ ലീവ് ദ സ്പേസ് ഫോർ എയറേഷൻ. അപ്പോ ചില സാമ്പിൾസ് നമ്മൾ അതിലേക്ക് ഫിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെയ്നർ ഫില്ലാക്കി നിറയ്ക്കണം. ഓക്കെ, എന്നാൽ ചില ടൈപ്സ് ഓഫ് സാമ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് സ്പേസ് അവിടെ വിടണം. എന്തിനു വേണ്ടിയിട്ട്? എയറേഷൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എപ്പോഴാണ് നമ്മൾ അവിടെ കണ്ടെയ്നർ ഫുള്ളായിട്ട് ഫിൽ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ അവിടെ സ്പേസ് ലീവ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എയറേഷന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെയ്നറിൽ കുറച്ച് സ്പേസ് ഇടണം. അപ്പൊ ഏതൊക്കെ സാമ്പിൾസിനാണ് അങ്ങനെ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഫോർ മോസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് ഡിറ്റർമിനേഷൻ ലൈക്ക് പെസ്റ്റിസൈഡ്സ്, PAH എന്ന് പറഞ്ഞാൽ എന്താണ്? പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. ദെൻ VOC എന്ന് പറഞ്ഞാൽ വോളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട് എക്സെട്ര. ആൻഡ് ഫോർ സൾഫൈഡ്, ഓക്കെ, ഫിൽ ദ കണ്ടെയ്നർ വിത്തൗട്ട് എനി എയർ സ്പേസ്. ഓക്കെ, അപ്പൊ എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട് ഡിറ്റർമിനേഷന്റെ കാര്യത്തില് ഇപ്പൊ പെസ്റ്റിസൈഡ്, PAH, വോളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്, ദെൻ സൾഫൈഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ഡിറ്റർമിനേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഫിൽ ദ കണ്ടെയ്നർ വിത്തൗട്ട് എനി എയർ സ്പേസ്. ഒരു എയർ സ്പേസും ഇല്ലാതെയാണ് നമ്മൾ കണ്ടെയ്നർ ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, എന്നാൽ ഫോർ മൈക്രോബയോളജിക്കൽ ആൻഡ് ഇനോർഗാനിക് അനാലിസിസ് ലീവ് ദ സ്പേസ് ഫോർ എയറേഷൻ ആൻഡ് മിക്സിംഗ്. ഓക്കെ, അപ്പൊ മൈക്രോബയോളജിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഇനോർഗാനിക് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കണ്ടെയ്നറിൽ നമ്മൾ ഫുള്ളായിട്ട് എയർ ഒന്നും ഇല്ലാതെ ഫിൽ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം? എയറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് സ്പേസ് അവിടെ വിടണമെന്നാണ് പറയുന്നത്. ഓക്കെ, the space to be left for the aeration and mixing should be at least 1% of the container volume. അപ്പൊ നമ്മൾ ഇങ്ങനെ എത്ര പെർസെന്റേജ് ആണ് കണ്ടെയ്നർ വോളിയത്തിന്റെ 1% ആണ് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യേണ്ടത്? എയറേഷന് വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് ആക്കേണ്ടത്. ഇഫ് ദ ബോട്ടിൽ ഈസ് വിത്ത് പ്രിസർവേറ്റീവ്, ടേക്ക് കെയർ ദാറ്റ് ദ പ്രിസർവേറ്റീവ് ആഡഡ് ഈസ് നോട്ട് ലോസ്റ്റ് ഓർ ഡയല്യൂട്ടഡ് ബൈ ഓവർഫ്ലോ. ദെൻ എന്താണ്? നമ്മളിങ്ങനെ ഇതില് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യും. ഓക്കെ, സാമ്പിളിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യും. അങ്ങനെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആ പ്രിസർവേറ്റീവ് നഷ്ടപ്പെടാൻ പാടില്ല. അത് ഓവർഫ്ലോ ആയിട്ട് നമ്മൾ അത് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു സാമ്പിൾ കണ്ടെയ്നറിൽ നമ്മൾ വാട്ടർ അല്ലെങ്കിൽ സാമ്പിൾ ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ,
അപ്പൊ ചില സമയത്ത് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ അനാലിസിസ് ആണെങ്കിൽ അല്ലെങ്കിൽ സൾഫൈഡിന്റെ അനാലിസിസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ അവിടെ എയറേഷന് വേണ്ടി സ്പേസ് ഒന്നും വിടേണ്ട ആവശ്യമില്ല, നമ്മൾ ഫുൾ ആയിട്ട് ഫിൽ ചെയ്യണം. ദെൻ നമ്മൾ മൈക്രോബയോളജിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഇനോർഗാനിക് അനാലിസിസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ എയറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിക്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 1% സ്പേസ്, കണ്ടെയ്നർ വോളിയത്തിന്റെ ഒരു 1% സ്പേസ് നമ്മൾ അവിടെ ഇടണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കണ്ടെയ്നറിലേക്ക് ഫിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ ഇൻസിറ്റു മെഷർമെന്റ്. എന്താണ് ഇൻസിറ്റു മെഷർമെന്റ് എന്ന് പറഞ്ഞാല്, പാരാമീറ്റേഴ്സ് ലൈക്ക് pH, conductivity are temperature dependent. Okay, hence if the temperature varies significantly, the result of these parameters also vary. അപ്പോ നമ്മുടെ pH, കണ്ടക്ടിവിറ്റി ഒക്കെ എന്താണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് പാരാമീറ്റേഴ്സ് ആണ്. അപ്പൊ ഒരു ടെമ്പറേച്ചർ വാരി ചെയ്യുമ്പോൾ ഇതിൽ റിസൾട്ടിൽ നമുക്ക് വാരി ചെയ്യാം. അപ്പൊ എന്താണ്, ഡിലേ ഇൻ അനാലിസിസ് മേ ആൾസോ ലീഡ് ടു ലോസ് ഓഫ് ഡിസോൾവഡ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ. ദെൻ നമ്മുടെ അനാലിസിസ് ലേറ്റ് ആവും തോറും എന്ത് ചെയ്യാം, അതിൽ ഡിസോൾവഡ് ഗ്യാസസ് നഷ്ടപ്പെടാം, അതിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ. ഓക്കെ, അപ്പൊ ഇത്തരം ഗ്യാസ് ഒക്കെ നമുക്ക് അനാലിസിസ് ഡിലേ ആവുന്ന വഴി നഷ്ടപ്പെടാം. ആൻഡ് സം ഓഫ് ദ പാരാമീറ്റേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ, ദെൻ ORP എന്ന് പറഞ്ഞാല് oxidation reduction potential. Okay, dissolved gases shall be analyzed in situ and parameters like pH, conductivity, alkalinity, residual chlorine immediately after sample collection. അപ്പൊ in situ measurements എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ സാമ്പിൾ കളക്ട് ചെയ്യുന്നത് അവിടെ വെച്ച് തന്നെ നമ്മൾ അതിനെ അനാലിസിസ് ചെയ്യാം അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ അത്തരം പാരാമീറ്റേഴ്സ്, ഇപ്പൊ pH, കണ്ടക്ടിവിറ്റി, ഇതൊക്കെ എന്താണ്, നമ്മൾ അപ്പൊ തന്നെ അതിനെ മെഷർ ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ടെമ്പറേച്ചർ ടൈം കൂടുന്തോറും അല്ലെങ്കിൽ ടെമ്പറേച്ചർ വാരി ചെയ്യുന്തോറും അതിന്റെ റിസൾട്ടിൽ എറർ സംഭവിക്കാം. ദെൻ എന്താണ്, അത് മാത്രമല്ല നമ്മുടെ ഡിസോൾവഡ് ഓക്സിജൻ ഗ്യാസസ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഡിസോൾവഡ് ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ എന്താണ്, നമ്മൾ അനാലിസിസ് ലേറ്റ് ആകും തോറും അതൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ദെൻ എന്താണ്, ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോ ദെൻ റെസിഡ്യുവൽ ക്ലോറിൻ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആൽക്കലൈറ്റി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ സാമ്പിൾ കളക്ട് ചെയ്ത അപ്പോൾ തന്നെ നമ്മൾ അത് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അതിനെയാണ് ഇൻസിറ്റു മെഷർമെന്റ്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ അങ്ങനെ സാമ്പിൾ ഒക്കെ കളക്ട് ചെയ്ത് എന്താണ്, സാമ്പിൾ ലാബലിംഗ് ചെയ്യണം. ഓക്കെ, അപ്പൊ ലാബലിംഗ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഇൻ സാമ്പിളിംഗ് പ്രോഗ്രാം. നമ്മുടെ സാമ്പിളിംഗ് പ്രോഗ്രാമിൽ ഈ ലാബലിംഗിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദ ഫോളോവിംഗ് ഇൻഫർമേഷൻ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ലാബൽ. യൂസ് വാട്ടർ പ്രൂഫ് ഇങ്ക്. ഓക്കെ, ഇറ്റ് റെക്കോർഡ് ഓൾ ദ ഇൻഫർമേഷൻ. അപ്പൊ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഇങ്ക് ആണ് നമ്മൾ ഈ ഇൻഫർമേഷൻ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാമ്പിൾ ലാബൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് നമ്മൾ അവിടെ സാമ്പിൾ ലാബൽ ചെയ്യേണ്ടത്, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് സാമ്പിളിംഗ്, നമ്മൾ എപ്പോഴാണോ എടുത്തത് അപ്പൊ അതിന്റെ ഡേറ്റും ടൈമും ഒക്കെ നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യണം. സാമ്പിൾ ഫീൽഡ് കോഡ്, അപ്പൊ ഏത് പ്ലേസിൽ നിന്നാണോ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ കോഡ്, സാമ്പിളിംഗ് പോയിന്റ്, നാച്ചർ ഓഫ് സാമ്പിൾ, അതായത് എന്താണ്, എഫ്ലുവന്റ് ആണോ അല്ലെങ്കിൽ സർഫസ് വാട്ടർ ആണോ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ആണോ, അതൊക്കെ നമ്മൾ അതിന്റെ നാച്ചർ ഓഫ് സാമ്പിൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ദെൻ ടൈപ്പ് ഓഫ് സാമ്പിൾ, എങ്ങനെയാണ് നമ്മൾ അത് കളക്ട് ചെയ്തത്, ഗ്രാബ് സാമ്പിളിംഗ് വഴിയാണോ, കോമ്പോസിറ്റ് ആണോ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആണോ, അപ്പൊ അതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ദെൻ പ്രീ ട്രീറ്റ്മെന്റ് ഓർ പ്രിസർവേഷൻ ക്യാരിഡ് ഔട്ട് ഓൺ ദ സാമ്പിൾ. ദെൻ അത് പ്രീ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. ദെൻ നമ്മൾ റെക്കോർഡ് ചെയ്യണം. എനി സ്പെഷ്യൽ നോട്ട്സ് ഫോർ ദ അനലൈസ്ഡ്, ദ നെയിം ആൻഡ് സൈൻ ഓഫ് സാമ്പിൾ കളക്ടർ, അത് കളക്ട് ചെയ്ത ആളുടെ പേര്, സൈൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ സാമ്പിൾ ലേബലിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇതിന് എന്താണ്, കളക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് സാമ്പിൾ ഫോർ ഓർഗാനിക് ആൻഡ് ട്രേസ് എലമെന്റ്സ്. ഓക്കെ, അപ്പോ ഈ ഓർഗാനിക് ആയിട്ടും അല്ലെങ്കിൽ ട്രേസ് മെറ്റൽസ് ഒക്കെയുള്ള സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിനെ പ്രിസർവ് ചെയ്യണം. സ്പെഷ്യൽ കെയർ ഈസ് റിക്വയർഡ് ഫോർ സാമ്പിൾ കണ്ടെയ്നിങ് ട്രേസ് മെറ്റൽസ്. ഓക്കെ, അപ്പൊ ട്രേസ് മെറ്റൽസ് അടങ്ങിയിട്ടുള്ള സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, അതിന് സ്പെഷ്യൽ പ്രിസർവേഷൻ ആവശ്യമാണ്. ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ലൈക്ക് പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, പെസ്റ്റിസൈഡ്സ്. ഓക്കെ, അപ്പൊ പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, പെസ്റ്റിസൈഡ്സ്, ട്രേസ് എലമെന്റ്സ്, ട്രേസ് മെറ്റൽസ് അടങ്ങിയിട്ടുള്ള സാമ്പിൾസ്, ഇവയൊക്കെ എന്താണ്, ഇത് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ എന്തെങ്കിലും അതിൽ റിസൾട്ടിൽ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ പ്രിസർവ് ചെയ്യാം. ഓക്കെ, the concentration of these constituents may be very low
വെരി ലോ ആൻഡ് മേ ബി ലോസ്റ്റ് ഓർ ഈസിലി കണ്ടാമിനേറ്റഡ്. അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ അളവ്, അതായത് പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, പെസ്റ്റിസൈഡ്സ്, ട്രേസ് എലമെന്റ്സ് ഒക്കെ വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിൽ മാത്രമേ, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മുടെ സാമ്പിളിൽ പ്രസൻസ് ആയിരിക്കുള്ളൂ. അപ്പൊ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിസർവ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഇത്, when proper sampling and preservation procedures are not followed. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിനെ പ്രിസർവ് ചെയ്തില്ലെങ്കിൽ എന്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അവിടെ കണ്ടാമിനേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അത് നഷ്ടപ്പെടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സാമ്പിളിങ്ങിൽ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ കളക്ഷൻ ആൻഡ് പ്രിസർവേഷൻ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സാമ്പിൾ, വാട്ടർ സാമ്പിൾസിൽ, അതായത് നമ്മൾ വാട്ടർ സാമ്പിളിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ? ഇതൊരു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സാമ്പിൾസ്, അതായത് ഗ്രാബ് സാമ്പിളിങ്, കോമ്പോസിറ്റ് സാമ്പിളിങ്, ഇന്റഗ്രേറ്റഡ് സാമ്പിളിങ്, അതൊക്കെ നോക്കുക. ദെൻ അതിലെ നമ്മൾ ഏതൊക്കെ സാമ്പിൾസ് ആണ് പ്രിസർവ് ചെയ്യേണ്ടത്, ദെൻ അതിലെ എയറേഷൻസ്, ഓക്കെ, ഏതൊക്കെ സാമ്പിൾ ചെയ്യുമ്പോഴാണ് എയറേഷൻ നടത്തേണ്ടത്, ദെൻ എന്താണ് ഇൻസ്റ്റിറ്റ്യൂ മെഷർമെന്റ്സ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻസ് കാര്യങ്ങള്. അപ്പോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇതുവരെ എടുത്ത കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഓക്കെ.